എന്നെ ഇവിടെ ഇട്ടിട്ട് പോവല്ലേ. ഞാൻ അലറി വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ എൻ്റെ ശബ്ദം ആ മൺചുമരുകളിൽ തട്ടി പ്രതിധ്വനിക്കുക പോലും ചെയ്തില്ല. പക്ഷേ ഈ അന്ധകാരത്തിലേക്ക് ഞാൻ എങ്ങനെയാണ് എത്തിയത്? വെറും നിമിഷങ്ങൾക്ക് മുമ്പ് ഞാൻ എവിടെയായിരുന്നു? നമുക്ക് സമയത്തെ ഒന്ന് പിന്നിലേക്ക് തിരിക്കാം. ആകാശം മനോഹരമായി തെളിഞ്ഞു നിന്ന ഒരു പ്രഭാതമായിരുന്നു അത്. എൻ്റെ ബൈക്കിൻ്റെ എഞ്ചിൻ ഗർജിക്കുമ്പോൾ റോഡ് അതിവേഗം പിന്നിലേക്ക് മറയുന്നത് ഞാൻ ഹെൽമറ്റിൻ്റെ വൈസറിലൂടെ നോക്കി നിന്നു. ലോകം എൻ്റെ കാൽ കീഴിലാണെന്ന അഹങ്കാരമായിരുന്നു അന്ന് മനസ്സ് നിറയെ. ഹെൽമറ്റിനുള്ളിലെ കണ്ണാടിയിൽ കണ്ട എൻ്റെ നോട്ടത്തിൽ പോലും ആ പ്രതാപത്തിൻ്റെ തിളക്കമുണ്ടായിരുന്നു. ഫോൺ സ്പീക്കറിലിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, എടാ, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ റേഞ്ചിന് വേറെയായിരിക്കും. ഈ ഏരിയയിൽ തന്നെ ഏറ്റവും വലിയ വീട് എൻ്റെതായിരിക്കും. ഇറ്റാലിയൻ മാർബിളും ആഡംബരങ്ങളും. പൈസ എത്രയായാലും എനിക്ക് പ്രശ്നമില്ല. ഈ പുത്തൻ ബൈക്കിൽ പഴയ ചങ്ങാതിമാരുടെ മുന്നിലൂടെ പാഞ്ഞു പോകുമ്പോൾ അവരെന്നെ നോക്കി അമ്പരക്കണം. അതൊക്കെയാണ് മോനെ ശരിക്കുള്ള പവർ. ആ ആവേശത്തിനിടയിലാണ് ഉമ്മയുടെ ഫോൺ വന്നത്. ദേഷ്യത്തോടെയാണ് ഞാനത് അറ്റൻഡ് ചെയ്തത്. ഹലോ ഉമ്മ, ഞാൻ മീറ്റിങ്ങിലാണ്. പള്ളിയിൽ പോവാനോ? ഉമ്മയ്ക്ക് ഇപ്പോഴും പഴയ കാര്യങ്ങൾ തന്നെയുള്ളൂ. എനിക്കിവിടെ കോടികളുടെ ഡീല് നടക്കുമ്പോഴാണ് ഉമ്മയുടെ ഒരു നിസ്കാരം. ശരി ശരി, ഞാൻ പള്ളിയിലുണ്ട് എന്ന് കരുതിക്കോ. ഒരു പച്ച കള്ളം പറഞ്ഞ് ഞാൻ ആ ഫോൺ കട്ട് ചെയ്തു. മരിക്കാൻ സമയമായിട്ടില്ലല്ലോ, ഇതൊക്കെ പ്രായമാകുമ്പോൾ ചെയ്യാം എന്നതായിരുന്നു എൻ്റെ ചിന്ത. പള്ളിക്ക് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ബാങ്ക് വിളി ദൂരെ നിന്ന് കേൾക്കാമായിരുന്നു. പക്ഷേ ആ ശബ്ദം കേൾക്കാതിരിക്കാൻ ഞാൻ ഹെൽമറ്റിനുള്ളിലെ സംഗീതത്തിൻ്റെ വോളിയം കൂട്ടി. വഴിയരികിൽ കൈനീട്ടിയ ഒരു പാവപ്പെട്ടവനെ പുച്ഛത്തോടെ നോക്കി പുകതുപ്പി ഞാൻ പാഞ്ഞുപോയി. എൻ്റെ ഓരോ മിനിറ്റിനും ലക്ഷങ്ങളുടെ വിലയുണ്ടെന്ന് ഞാൻ സ്വയം വിശ്വസിച്ചിരുന്നു. പെട്ടെന്നാണ് ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. ബിസിനസ് ലാഭത്തിൻ്റെ ആ സ്ക്രീൻഷോട്ട് നോക്കി ഞാനൊന്ന് ചിരിച്ചു. ആ ചിരി മായുന്നതിനു മുമ്പ് വശത്തു നിന്നൊരു കറുത്ത SUV എൻ്റെ നേർക്ക് പാഞ്ഞു വരുന്നത് ഞാൻ കണ്ടു. സമയം നിശ്ചലമായതുപോലെ തോന്നി. ബ്രേക്ക് പിടിക്കാൻ എൻ്റെ കൈകൾ വിറച്ചു. പടച്ചവനെ, വേണ്ട എന്ന എൻ്റെ അവസാന നിലവിളി ആ ലോഹത്തിൻ്റെ തകർച്ചയിൽ അലിഞ്ഞുപോയി. പിന്നീട് കണ്ടത് ലോകം ചരിഞ്ഞു നിൽക്കുന്നതാണ്. ബൈക്കിന്റെ മുൻചക്രം പതുക്കെ കറങ്ങുന്നുണ്ടായിരുന്നു. ശ്വാസമെടുക്കാൻ ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ടു. ചുറ്റും ആളുകൾ ഓടിക്കൂടുന്നുണ്ട്. പക്ഷെ അവരുടെ ശബ്ദം വെള്ളത്തിനടിയിൽ നിന്ന് കേൾക്കുന്നത് പോലെ എനിക്ക് തോന്നി. കാൽവിരലുകളിൽ നിന്ന് ഒരു മരവിപ്പ് തുടങ്ങുന്നു. അതൊരു കഠിനമായ തണുപ്പായിരുന്നു. ഓരോ ഞരമ്പുകളിലൂടെയും ആ തണുപ്പ് അരിച്ചു കയറുന്നു. സക്കറാത്തുൽ മൗത്ത്. എന്റെ ഉള്ളിൽ ആരോ മന്ത്രിച്ചു. ആത്മാവിനെ ശരീരത്തിൽ നിന്ന് ബലമായി പിഴുതെടുക്കുന്ന ആ വേദന വാക്കുകൾക്കപ്പുറമായിരുന്നു. എന്റെ കണ്ണിനു മുന്നിൽ പഴയ ഓർമ്മകൾ മിന്നിമറഞ്ഞു. നിഷ്കളങ്കമായി ചിരിച്ചിരുന്ന എന്റെ കുട്ടിക്കാലം, ഉമ്മയുടെ സങ്കടം നിറഞ്ഞ കണ്ണുകൾ, ഞാൻ ചെയ്ത പാപങ്ങൾ എല്ലാം ഒരു ചായപ്പടം പോലെ മാഞ്ഞുപോയി. ആകാശം കറുത്തു. പ്രപഞ്ചത്തോളം വലിപ്പമുള്ള ഒരു അദൃശ്യ ശക്തി, മലക്കുൽ മൗത്ത്, എനിക്ക് മുന്നിൽ വെളിപ്പെട്ടു. അദ്ദേഹത്തിന്റെ കൈകൾ എന്റെ നെഞ്ചിലേക്ക് നീണ്ടപ്പോൾ ദുനിയാവിന്റെ തിരശ്ശീല എന്നേക്കുമായി വീണു. ഹോസ്പിറ്റലിന്റെ ഇടനാഴിയിലൂടെ എന്റെ ശരീരം സ്ട്രെച്ചറിൽ കൊണ്ടുപോകുന്നത് ഒരു സാക്ഷിയെപ്പോലെ ഞാൻ കണ്ടുനിന്നു. ഡോക്ടർമാർ എന്നെ തിരിച്ചു കൊണ്ടുവരാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. ടൈം ഓഫ് ഡെത്ത് 4:30 PM. ആ വാക്കുകൾ കേട്ടപ്പോൾ എന്റെ ലോകം അവസാനിച്ചു. വാതിൽ തുറന്ന് ഉപ്പയും അനിയനും ഓടി വന്നു. ഉപ്പയുടെ തകർന്ന ഹൃദയമിടിപ്പ് എനിക്ക് കേൾക്കാമായിരുന്നു. അനിയന്റെ നിലവിളി എന്റെ ഉള്ളു പൊള്ളിച്ചു. ഞാൻ ഇവിടെയുണ്ടുപ്പ എന്ന് വിളിച്ചു പറയാൻ ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ എന്റെ ശബ്ദം ആ മുറിക്കുള്ളിൽ എങ്ങും എത്തിയില്ല. പിന്നീട് ആംബുലൻസിൽ വീട്ടിലേക്കുള്ള യാത്ര. എന്നും പോകാറുള്ള ചായക്കടയിൽ എന്റെ കൂട്ടുകാർ ചിരിച്ചു സംസാരിക്കുന്നത് ഞാൻ കണ്ടു. ഞാനൊരു പെട്ടിയിലായി കടന്നുപോകുന്നത് അവർ അറിഞ്ഞില്ല. വീട്ടിലെത്തിയപ്പോൾ അയൽക്കാർ സങ്കടം അഭിനയിക്കുന്നുണ്ടെങ്കിലും അവരുടെ ശ്രദ്ധ ഫോണിലെ ക്രിക്കറ്റ് സ്കോറിലായിരുന്നു. ഉമ്മയുടെ അലറിക്കരച്ചിൽ കേട്ടപ്പോൾ എന്റെ ആത്മാവ് വിറച്ചു. നിന്റെ നിസ്കാരം ഞാനിവിടെ വിരിച്ചുവച്ചിരിക്കുകയായിരുന്നു എന്ന ഉമ്മയുടെ വാക്കുകൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു. കുളിപ്പിക്കാൻ കിടത്തിയപ്പോൾ ഓരോ സ്പർശനത്തിലും ഞാൻ ചെയ്ത പാപങ്ങൾ ദൃശ്യങ്ങളായി തെളിഞ്ഞു. ഹറാം കണ്ട കണ്ണുകൾ, പണം മോഹിച്ച കൈകൾ,
കള്ളം പറഞ്ഞ നാവ് എല്ലാം എന്നെ നോക്കി പരിഹസിച്ചു. മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് കബറിലേക്ക് ഇറക്കിയപ്പോൾ എന്നെ സ്നേഹിച്ചവരോരോരുത്തരായി പിരിഞ്ഞുപോയി. മരപ്പലകകൾക്ക് മുകളിൽ മണ്ണ് വീഴുന്ന ശബ്ദം അവസാനിച്ചപ്പോൾ കനത്ത ഇരുട്ടെന്നെ വിഴുങ്ങി. ആ ഇരുട്ടിൽ ഞാൻ ശവക്കച്ചയ്ക്കുള്ളിൽ നിസ്സഹായനായി കിടന്നു. കബറിന് മുകളിൽ മണ്ണ് വീഴുന്ന ശബ്ദം പതുക്കെ നിലച്ചു. പിന്നെ ഞാൻ കേട്ടത് കാലൊച്ചകളാണ്. മണലിൽ സ്ലിപ്പറുകൾ ഉരയുന്ന ശബ്ദം. വെയിൽ കൂടുന്നു, നമുക്ക് പോകാം, പള്ളിയിൽ ഭക്ഷണമുണ്ടാകും എന്നാരോ ദൂരെ പറയുന്നത് ഞാൻ കേട്ടു. ആ ശബ്ദങ്ങൾ ഓരോന്നായി അകന്നുപോയി. അവസാനം ഒരു നിശബ്ദത മാത്രം അവശേഷിച്ചു. എന്റെ ചെവികൾക്ക് വേദന തോന്നുന്ന തരത്തിലുള്ള ഭീകരമായ നിശബ്ദത. ഞാൻ തനിച്ചായി. ഈ 6 അടി മണ്ണിൽ ലോകത്തിന്റെ ആരവങ്ങളിൽ നിന്നകന്ന് തികച്ചും ഏകനായി. പെട്ടെന്നാണ് ഖബറിലെ ഭിത്തികൾക്ക് ജീവൻ വെച്ചത്. വശങ്ങളിൽ നിന്നും മണ്ണ് പതുക്കെ എന്നിലേക്ക് നീങ്ങാൻ തുടങ്ങി. ഖബറിന്റെ ഞെരുക്കം ലക്ത ഞാൻ അനുഭവിച്ചു. അദൃശ്യമായ ഏതോ ഭീമാകാരമായ കൈകൾ എന്നെ 2 വശത്തു നിന്നും അമർത്തുന്നതുപോലെ. എന്റെ വാരിയെല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോർത്തുപോകുന്ന ശബ്ദം ഞാൻ കേട്ടു. എല്ലുകൾ പൊടിയുന്ന ആ വേദനയിൽ ഞാൻ പിടഞ്ഞു. പടച്ചവനെ, എന്നെ ചതച്ചരയ്ക്കല്ലേ! ഞാൻ കരഞ്ഞു. പക്ഷെ ആ ഞെരുക്കം കുറഞ്ഞില്ല. എന്റെ അഹങ്കാരവും ലോകത്തോടുള്ള മോഹങ്ങളും ആ മൺചുമരുകൾക്കിടയിൽ ചതഞ്ഞരയ്ക്കപ്പെട്ടു. സമയത്തിനവിടെ പുതിയൊരു രൂപമായിരുന്നു. പുറത്ത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാകാം, പക്ഷെ എനിക്കത് 5 വർഷങ്ങളായി തോന്നി. ഒരേ ശബ്ദങ്ങൾ എൻ്റെ മനസ്സിൽ ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഞാൻ പാഴാക്കിയ ഓരോ നിമിഷവും ഓരോ യുഗങ്ങളായി എന്നെ വേട്ടയാടി. 5 വട്ടം റബ്ബ് വിളിച്ചപ്പോൾ ഞാൻ ഫോണിലെ വർണ്ണക്കാഴ്ചകളിൽ മുഴുകിയിരുന്ന ഓരോ സെക്കൻഡും ഇവിടെ ഈ ഇരുട്ടിൽ എന്നെ വിഴുങ്ങുന്ന അന്ധകാരമായി മാറി. 5 സെക്കൻഡുകൾ 5 വർഷങ്ങളുടെ ഭാരത്തോടെ എൻ്റെ നെഞ്ചിലിരുന്നു. സമയത്തിൻ്റെ ഈ വൈകല്യം മരണത്തേക്കാൾ ഭയാനകമായിരുന്നു. ആ ഏകാന്തതയിലേക്ക് മറ്റൊരു സാന്നിധ്യം കൂടി ഇഴഞ്ഞു വരുന്നത് ഞാൻ അറിഞ്ഞു. ഒരു പഴയ ചാക്ക് മണ്ണിലൂടെ വലിച്ചിഴയ്ക്കുന്നത് പോലെയുള്ള ആ ശബ്ദം എൻ്റെ കാലുകൾക്കരികിൽ നിന്നാണ് കേട്ടത്. സഹിക്കാൻ കഴിയാത്ത അഴുകിയ ഗന്ധം ഖബറിലെ വായുവിനെ വിഷലിപ്തമാക്കി. എൻ്റെ രക്തം തണുത്തുറഞ്ഞു. പെട്ടെന്ന് ആ അദൃശ്യരൂപം എൻ്റെ ചെവിക്കരികിലേക്ക് നീങ്ങി. ആദ്യം ഇടത് ചെവിയിൽ ഒരു നേർത്ത ശ്വാസം, പിന്നെ അത് പതുക്കെ തലയ്ക്ക് പുറകിലൂടെ വലം ചെവിയിലേക്ക് മാറി. ഒരു തണുത്ത കാറ്റ് എൻ്റെ കഴുത്തിൽ തട്ടുന്നത് പോലെ. പേടിക്കണ്ട, ഞാൻ നിന്നെ വിട്ടുപോകില്ല. ആ ശബ്ദം ഒരു തുരുമ്പിച്ച വാൾ കല്ലിൽ ഉരയുന്നത് പോലെ പരുഷമായിരുന്നു. എന്നെ തിരിച്ചറിഞ്ഞില്ലേ? നീ പോകുന്നിടത്തെല്ലാം ഞാനുണ്ടായിരുന്നു, നിന്റെ നിഴലായി, നിന്റെ രഹസ്യമായി. ഒരു ചെറിയ മിന്നൽ വെളിച്ചം എവിടെ നിന്നോ വന്നതുപോലെ ആ രൂപം എൻ്റെ മുന്നിൽ തെളിഞ്ഞു. ചീഞ്ഞഴുകിയ തൊലി, വികൃതമായ മുഖം, പുഴുക്കൾ അരിച്ചുകൊണ്ടിരിക്കുന്ന മാംസം. ഞാൻ ഞെട്ടിപ്പോയി. അവൻ ധരിച്ചിരുന്നത് ഞാൻ അഹങ്കാരത്തോടെ കാട്ടിയിരുന്ന അതേ വില കൂടിയ റോളക്സ് വാച്ചായിരുന്നു. പക്ഷേ അത് തുരുമ്പെടുത്ത് അവൻ്റെ മാംസത്തിലേക്ക് ആഴ്ന്നിറങ്ങി എല്ലുകളുമായി ലയിച്ചിരിക്കുന്നു. അവൻ്റെ വിരലുകൾ എൻ്റെ നെറ്റിയിൽ സ്പർശിച്ചപ്പോൾ ഓരോ സ്പർശനത്തിലും എൻ്റെ പാപങ്ങൾ മിന്നൽ പിണരുകൾ പോലെ കണ്ണിനു മുന്നിൽ തെളിഞ്ഞു. രാത്രിയിൽ ഇരുട്ടത്ത് ഫോണിന്റെ നീല വെളിച്ചം എന്റെ മുഖത്തടിക്കുന്നു. പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ ഞാനത് കേൾക്കാത്ത മട്ടിൽ ഒരു വീഡിയോ കണ്ട് അഹങ്കാരത്തോടെ ചിരിക്കുകയാണ്. വഴിയരികിൽ കൈനീട്ടിയ പാവപ്പെട്ടവനെ പുച്ഛത്തോടെ നോക്കി എന്റെ പുതിയ ബൈക്കിന്റെ ആക്സിലറേറ്റർ കൂട്ടി പുകതുപ്പുന്ന ഞാൻ. ഉമ്മയുടെ മുഖത്തു നോക്കി പള്ളിയിൽ പോകുകയാണ് എന്ന് കള്ളം പറഞ്ഞ് സുഹൃത്തുക്കളോടൊപ്പം ആഘോഷിക്കാൻ പോകുന്ന ആ നിമിഷം. നിന്റെ ഈ ഓരോ ചിരിയും എനിക്ക് കരുത്തായി, അവൻ അട്ടഹസിച്ചു. അവന്റെ ചിരി ഖബറിന്റെ ഭിത്തികളിൽ തട്ടി പ്രതിധ്വനിച്ചു. നീ നിസ്കാരം ഒഴിവാക്കിയപ്പോൾ ഞാൻ വളർന്നു. നീ കള്ളം പറഞ്ഞപ്പോൾ എനിക്ക് ഈ രൂപം കിട്ടി. നിന്റെ അഹങ്കാരമാണ് ഇന്ന് നിന്നെ ശ്വാസം മുട്ടിക്കുന്നത്. ഇനി ഞാൻ മാത്രമാണ് നിനക്ക് കൂട്ട്, അന്ത്യനാൾ വരെ. അവൻ എന്നെ കെട്ടിപ്പിടിച്ചു. അവന്റെ ചീഞ്ഞഴുകിയ ശരീരം എൻ്റെ ശരീരത്തിലേക്ക് ലയിക്കുന്നത് പോലെ. ഭീമാകാരമായ ഒരു ഭാരം എൻ്റെ നെഞ്ചിലമർന്നു. പെട്ടെന്ന് ഖബറിനുള്ളിൽ ഒരു ഭൂകമ്പം പോലെ വിറയൽ അനുഭവപ്പെട്ടു. ഖബറിന്റെ മുകൾ ഭാഗം വിണ്ടുമാറുന്നത് പോലെ. ആ ഇരുട്ടിനെ കീറിമുറിച്ചുകൊണ്ട് 2 ഭീമാകാരമായ നിഴലുകൾ എനിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മുൻകർ എന്നും നക്കീർ എന്നും വിളിക്കപ്പെടുന്ന ആ മലക്കുകൾ. അവരുടെ കണ്ണുകൾ നീല ഇടിമിന്നലുകൾ പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. അവരുടെ ശബ്ദം എൻ്റെ ആത്മാവിനെ പിടിച്ചുലച്ചു. അവർ എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ഇരുത്തി. ഖബറിന്റെ ആ ഇടുങ്ങിയ ഭിത്തികൾ പെട്ടെന്ന് ഒരു വലിയ ഇരുണ്ട ഹാൾ പോലെ വികസിച്ചു. ആദ്യത്തെ ചോദ്യം ഖബറിനുള്ളിൽ ഇടിമുഴക്കം പോലെ മുഴങ്ങി. മൻ റബ്ബുക്? ആരാണ് നിന്റെ റബ്ബ്? എനിക്ക് ഉത്തരമറിയാമായിരുന്നു. 1000 വട്ടം ഞാൻ കേട്ട ഉത്തരമാണ്.
പക്ഷേ എന്റെ നാവ് അനങ്ങുന്നില്ല. എന്റെ ഹൃദയത്തിൽ പണ്ടത്തെ ആ അഹങ്കാരത്തിന്റെ ദൃശ്യങ്ങൾ തെളിഞ്ഞുവന്നു. ബിസിനസ് മീറ്റിംഗുകളിലെ എന്റെ ഗർവ്, ബാങ്ക് അക്കൗണ്ടിലെ അക്കങ്ങൾ നോക്കി ഞാൻ ചിരിച്ച ചിരി, പണമാണ് എന്റെ കരുത്തെന്ന എന്റെ വിശ്വാസം. ആ പണമായിരുന്നില്ലേ എന്റെ റബ്ബ്? ആ അഹങ്കാരമായിരുന്നില്ലേ ഞാൻ ആരാധിച്ച ദൈവം? ഉമ്മ പള്ളിയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ ആക്രോശിച്ചത് എന്റെ ചെവിയിൽ മുഴങ്ങി. എനിക്ക് പണമാണ് വലുത് ഉമ്മ എന്ന് ഞാൻ പ്രവൃത്തി കൊണ്ട് വിളിച്ചു പറഞ്ഞ ഓരോ നിമിഷവും അപ്പോൾ എനിക്ക് മുന്നിൽ തെളിഞ്ഞു. ഞാൻ പതറിപ്പോയി. ഉത്തരം പറയാനാവാതെ ഞാൻ വിയർത്തു. നാവ് കുഴഞ്ഞു. എനിക്ക് ചുറ്റും ഭീകരമായ നിശബ്ദത മാത്രം അവശേഷിച്ചു. രണ്ടാമത്തെ ചോദ്യം എന്നെ ഞെട്ടിച്ചുകൊണ്ടുവന്നു. മാ ദീനുക്, ഏതാണ് നിന്റെ മതം? വീണ്ടും എന്റെ ജീവിതം എന്റെ കണ്ണിനു മുന്നിൽ മിന്നിമറിഞ്ഞു. എന്റെ മതം ഇസ്ലാമായിരുന്നു എന്ന് പറയാൻ ഞാൻ ആഞ്ഞു ശ്രമിച്ചു. പക്ഷേ എന്റെ നാവ് അനങ്ങുന്നില്ല. എന്റെ ഹൃദയത്തിൽ ആ സ്മാർട്ട് ഫോണിലെ നീല വെളിച്ചവും അതിലെ വിനോദങ്ങളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്റെ മതം എന്റെ സുഖസൗകര്യങ്ങളായിരുന്നു എന്ന് ഖബറിന്റെ ചുമരുകൾ എന്നെ വിളിച്ചു പറഞ്ഞു. ആ കഠിനമായ സത്യത്തിനു മുന്നിൽ ഞാൻ നിശബ്ദനായി. ഞാൻ കള്ളം പറഞ്ഞിരുന്ന ഓരോ നിമിഷവും അവിടെ വിചാരണ ചെയ്യപ്പെട്ടു. മൂന്നാമത്തെ ചോദ്യം ഒരു വിധി തീർപ്പ് പോലെ എന്റെ കാതുകളിൽ അലച്ചു. മൻ നബിയുക്, ആരാണ് നിന്റെ പ്രവാചകൻ? സോഷ്യൽ മീഡിയയിൽ പ്രവാചക വചനങ്ങൾ ലൈക്കിനും ഷെയറിനും വേണ്ടി മാത്രം പോസ്റ്റ് ചെയ്ത എന്റെ കാപട്യം അപ്പോൾ പുറത്തു വന്നു. പ്രവാചകന്റെ ചര്യകളെ പുച്ഛത്തോടെ കണ്ടിരുന്ന, ആ ജീവിത രീതിയെ പരിഹസിച്ചിരുന്ന എന്റെ അഹങ്കാരം. പ്രവാചകനെ തിരിച്ചറിയാൻ എന്റെ ഹൃദയത്തിനാവുന്നില്ല. അറിവുണ്ടായിട്ടും അത് ജീവിതത്തിൽ പകർത്താത്ത എന്റെ നിസ്സഹായ അവസ്ഥ. മലക്കുകൾ അവരുടെ കയ്യിലുള്ള ഇരുമ്പ് ദണ്ടുകൾ ഉയർത്തിയപ്പോൾ ഞാൻ വിറച്ചുപോയി. മറുപടിയില്ലാത്ത ഓരോ നിമിഷവും എന്റെ കബർ കൂടുതൽ ഇടുങ്ങിയതായി മാറി. ആ മലക്കുകളുടെ നോട്ടം എന്നെ കരിച്ചു കളയുന്നത് പോലെ തോന്നി. ഒരൊറ്റ ചാൻസ്, ഒരൊറ്റ സുജൂദ്. പടച്ചവനെ, എന്നെ ഒന്ന് തിരിച്ചുവിടണേ. ഞാൻ എല്ലാം മാറ്റാം. ഞാൻ കള്ളം പറയില്ല. ഞാൻ നിസ്കരിക്കാം, പ്ലീസ്. പക്ഷേ മലക്കുകൾക്ക് മുന്നിൽ നുണകൾക്ക് സ്ഥാനമില്ലായിരുന്നു. എന്റെ ജീവിതം തന്നെയായിരുന്നു അവിടെ ഉത്തരമായി മാറേണ്ടിയിരുന്നത്. പെട്ടെന്ന് ആ അന്ധകാരത്തെ കീറിമുറിച്ചുകൊണ്ട് ഒരു വെള്ളി വെളിച്ചം മുകളിൽ നിന്ന് പതിച്ചു. ഞാൻ കബറിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെടുക്കപ്പെട്ടു. മണ്ണിലൂടെയും മരപ്പലകകളിലൂടെയും കുതിച്ച് ഒരാഘാതത്തോടെ ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് തിരിച്ചെത്തി. ഹെൽമെറ്റിനുള്ളിൽ ഞാൻ ആഴത്തിൽ ശ്വാസം വലിച്ചു. ഞാൻ ബൈക്കിലായിരുന്നു. SUV തൊട്ടടുത്തെത്തിയിരുന്നു. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നിലവിളിച്ചുകൊണ്ട് ഞാൻ ബൈക്ക് വെട്ടിച്ചു. ആ മരണം എന്നെ തൊടാതെ കടന്നുപോയി. റോഡരികിൽ ബൈക്ക് നിർത്തി ഞാൻ പൊട്ടിക്കരഞ്ഞു. എന്റെ ഫോൺ ഞാൻ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. അടുത്തുള്ള പള്ളിയിൽ കയറി വുളു ചെയ്യുമ്പോൾ ആ തണുത്ത വെള്ളം എന്നെ ഉണർത്തി. ഞാൻ സുജൂദിലേക്ക് വീണു. ആ പള്ളിയിലെ നിശബ്ദതയിൽ എന്റെ തേങ്ങൽ മാത്രം മുഴങ്ങി. പക്ഷേ സുജൂദിൽ നിൽക്കുമ്പോൾ എന്റെ ചെവിയിൽ വീണ്ടും ആ ശബ്ദം മന്ത്രിച്ചു. ഈ സുജൂദ് ആത്മാർത്ഥമാണോ, അതോ വെറും ഭയമോ? നാളെ നീ ജീവനോടെ ഉണ്ടാകുമെന്ന് നിനക്കുറപ്പാണോ? ദൂരെ മരപ്പലകയിൽ മണ്ണു വീഴുന്ന ശബ്ദം വീണ്ടും കേട്ടു തുടങ്ങിയപ്പോൾ ലോകം ഇരുട്ടിലേക്ക് മറഞ്ഞു. തയ്യാറെടുക്കുക, ഖബർ നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങളിലൊരു മാറ്റമുണ്ടാക്കിയെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ഷെയർ ഒരാളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. ഇതുപോലുള്ള ഹൃദയസ്പർശിയായ ഓർമ്മപ്പെടുത്തലുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തുക.